ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും പുതിയ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ പുതുതായിട്ട് PSC പുതിയ 3 നോട്ടിഫിക്കേഷനുകളും കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പലരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. PWD ഇറിഗേഷനിൽ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൽ ജൂനിയർ എഞ്ചിനീയർ, അതേപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എന്നിങ്ങനെ 3 സാങ്കേതിക തസ്തികകളിലേക്കും കൂടി PSC നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ സാധ്യതയാണ്. ഇപ്പോൾ അടിക്കടി എക്സാമുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത എക്സാമുകൾ വരികയാണ്. പഴയ എക്സാമുകളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എക്സാമുകൾ ഓരോ മാസങ്ങൾക്കിടവേള കൊടുത്തുകൊണ്ട് എക്സാമുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം തന്നെ നമുക്കറിയാം, ഇപ്പം ഇനി ഡിസംബറിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് എക്സാം ഉണ്ട്. ജനുവരിയിൽ കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ എക്സാം വരാനുണ്ട്. ഫെബ്രുവരിയിലാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാം വരുമെന്ന് വിചാരിച്ചിരുന്നത്. അതിൽ ചെറിയ മാറ്റം, പ്രിലിമിനറി എക്സാം മാറ്റിവെച്ചതുകൊണ്ട് ആ എക്സാം കുറച്ച് അങ്ങോട്ട് നീട്ടിയിട്ടുണ്ടാവും. എന്നാലും മാർച്ചിലോ ഏപ്രിലോ ഒക്കെ ആ എക്സാമും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എക്സാമുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും അടിക്കടി ആയിട്ടുള്ള എക്സാമുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഇത്. ഇനി ഒരു കുറച്ച് എക്സാമുകളും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലത്തേക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ അധികം എക്സാമുകളൊന്നും PSC വിളിക്കാനുണ്ടാവില്ല. കാരണം എല്ലാത്തിൻ്റെയും ലിസ്റ്റ് 3 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നാൽ വേറെ എക്സാമുകളൊന്നും പിന്നെ അടുത്ത് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇപ്പോൾ ഇതിനൊരു റൈറ്റ് ടൈമാണ്. ഇപ്പോൾ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന എക്സാമുകൾക്ക് ലിസ്റ്റിൽ കയറാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സാമുകളും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എക്സാമുകൾ അധികം കുറച്ച് കാലത്തേക്ക് എക്സാം വരാനുള്ള സാധ്യത ഇല്ല. അപ്പം ഇപ്പം നമ്മളുടെ ചാനലിൽ മെമ്പേഴ്സായി ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ജനുവരി 8-ാം തീയതി നടക്കുന്ന കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഓവർസിയർ ഗ്രേഡ് 3 വർക്ക് സൂപ്രണ്ടന്റ് ഗ്രേഡ് 2വിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ അതിൽ 13 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓരോ ദിവസം ഓരോ വീഡിയോ എന്നുള്ള നിലയിലാണ് നമ്മൾ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. മെമ്പേഴ്സ് ഓൺലി ആയിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഓവർസിയർ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചില പുതിയ ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ബിൽഡിംഗ് റൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്ന മാറ്റങ്ങളും അങ്ങനത്തെ പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇപ്പോൾ KLDCയുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ തീർന്നാൽ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനലിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ജോയിൻ ബട്ടൺ കാണാം. നിങ്ങളതിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാനലിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് കാർഡ് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും ഈ ചാനലിൽ ജോയിൻ ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. എങ്ങനെയാണ് നമ്മൾ പുതുതായിട്ട് വീഡിയോ കാണാത്ത ആളുകൾക്ക് എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ള വളരെ റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ വാൽവ് ഈസ് ആൻ ഓട്ടോമാറ്റിക് ഡിവൈസ് വിച്ച് അലൗസ് വാട്ടർ ടു ഗോ വൺ ഡയറക്ഷൻ ഓൺലി. അതായത് ഒരു ടൈപ്പ് ഓഫ് വാൽവ്, ആ വാൽവില് എന്താണ്, വെള്ളം ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഒഴുകുള്ളൂ. അങ്ങനത്തെ വാൽവിന് നമ്മൾ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ 4 ടൈപ്പ് വാൽവുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം വെള്ളം ഒഴുകുന്ന അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഒഴുകുന്ന യൂണി ഡയറക്ഷനിലായിട്ടുള്ള വാൽവുകളെയാണ് നമ്മൾ നോൺ റിട്ടേൺ വാൽവ് അല്ലെങ്കിൽ റിഫ്ലെക്സ് വാൽവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് ഫ്ലൂയിഡ് ഫ്ലോ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിഫ്ലെക്സ് വാൽവ് എന്നാണ് പറയുക. റിഫ്ലെക്സ് വാൽവിന്റെ മറ്റൊരു പേരാണ് നോൺ റിട്ടേൺ വാൽവ് എന്നുള്ളത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള വാൽവുകളും കൂടി ഒന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കിയുള്ള വാൽവുകൾ ഏതൊക്കെയാണ്? ഒന്ന് റിലീഫ് വാൽവാണ്. നിങ്ങൾക്ക് ആ ടേം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. റിലീഫ് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈപ്പിനകത്ത്
എന്തെങ്കിലും ഒരു സാധനത്തിനെ റിലീഫ് ചെയ്യാൻ വേണ്ടി, എന്തിനാണ് കൂടുതലായിട്ടും എയർ പ്രഷറിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഇങ്ങനത്തെ റിലീഫ് വാൽവുകൾ ഉപയോഗിക്കുക. പൈപ്പിനകത്തുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ റിലീഫ് വാൽവ് ഓപ്പൺ ചെയ്യുകയും അതിലൂടെ എന്ത് ചെയ്യും, പ്രഷറിനെ എക്സ്പെൽ ചെയ്യുകയും ചെയ്യും. ഇനി റിലീഫ് വാൽവിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താണ്? പ്രഷർ വളരെ താന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ, പൈപ്പിനകത്തുള്ള പ്രഷർ വളരെ താന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ റിലീഫ് വാൽവ് ഓപ്പൺ ചെയ്തുകൊണ്ട് അറ്റ്മോസ്ഫറിക് പ്രഷറുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടും റിലീഫ് വാൽവുകൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ടൈപ്പ് വാൽവാണ് സ്ലൂയിസ് വാൽവ്. സ്ലൂയിസ് വാൽവ്, നമ്മൾ ഈ സ്ലൂയിസ് എന്നുള്ള ടേം ഡാമുകളിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ, സ്ലൂയിസ് വേ എന്നുള്ള ഒരു ടേം നമ്മൾ കേട്ടിട്ടുണ്ട്, സ്ലൂയിസ്. അപ്പൊ സ്ലൂയിസ് വാൽവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെന്തായിരിക്കും, ഫ്ലൂയിഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ വാൽവിന്റെ പ്രത്യേകത, അത് ഒരു ഗേറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഗേറ്റ് വാൽവ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പൈപ്പ് എന്ത് ചെയ്യണം, നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കണം. ഒരു വാൽവ് ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യാം, ഒരു പൈപ്പിന്റെ ഫ്ലോ തടഞ്ഞു വെക്കുക അല്ലേ. ഇതേപോലെ തന്നെ തടഞ്ഞു വെച്ചിട്ടുള്ള പൈപ്പ് ഫ്ലോ കടത്തിവിടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ വാൽവ് ഓപ്പൺ ചെയ്യാറുണ്ട്. സോ ഒരു സാധാരണ ഒരു വാൽവ് ഒരു ഗേറ്റ് വാൽവായിട്ട് ആക്ട് ചെയ്യുന്ന, ഒരു ഗേറ്റ് പോലെ ആക്ട് ചെയ്യുന്ന വാൽവിനെയാണ് നമ്മൾ സ്ലൂയിസ് വാൽവ് എന്ന് പറയാം. അടുത്തത് സ്കോർ വാൽവാണ്. നമുക്കറിയാം സ്കോർ എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കാറുള്ളത് വല്ല സെഡിമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, എടുത്തു കൊണ്ടുപോകുന്ന ആ ഒരു ടേമിനെയാണ് നമ്മൾ സ്കോറിംഗ് എന്ന് പറയാം അല്ലേ. അപ്പൊ സ്കോർ വാൽവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൈപ്പിനകത്ത് എന്തെങ്കിലും സെഡിമെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഡ്രെയിൻ ചെയ്ത് കളയണം എന്നുണ്ടെങ്കിലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാൽവാണ് സ്കോർ വാൽവ്. അപ്പൊ പൈപ്പിനകത്ത് സെഡിമെന്റ്സ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സെഡിമെന്റ്സിനെ പുറത്ത് കളയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാൽവ് സ്കോർ വാൽവാണ്. ഇനി അതല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് വർക്ക്, നമുക്ക് പൈപ്പിൽ ഒരു മെയിൻ്റനൻസ് വർക്ക് ഉണ്ട്, ആ സമയത്ത് എന്ത് ചെയ്യണം, വെള്ളം ഡ്രെയിൻ ഓഫ് ചെയ്ത് കളയണം, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാൽവും എന്താണ്, സ്കോർ വാൽവാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ടേം യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ വേസ്റ്റ് വാട്ടർ ഫ്രം ബാത്റൂം, കിച്ചൺ എക്സെട്ര. ബാത്റൂമിൽ നിന്നും കിച്ചണിൽ നിന്നും വരുന്ന വേസ്റ്റ് വാട്ടറിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ സള്ളേജ് എന്നാണ് പറയാം. എന്താണ് സള്ളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സള്ളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ലിക്വിഡ് വേസ്റ്റ് ആണ്. ഈ ലിക്വിഡ് വേസ്റ്റിന്റെ പ്രത്യേകത, ഇത് ബാത്റൂം അതേപോലെ തന്നെ കിച്ചൺ അങ്ങനത്തെ വെള്ളത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സള്ളേജ് എന്ന് പറയുന്നത്. യൂഷ്വലി ബാത്റൂമിൽ നിന്നും കിച്ചണിൽ നിന്നും നമ്മുടെ വാഷ് ബേസിനുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളത്തിനെയാണ് നമ്മൾ സള്ളേജ് എന്ന് പറയുക. ഇനി വാട്ട് ഈസ് നൈറ്റ് സോയിൽ? നൈറ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ വേസ്റ്റിനെയാണ് നമ്മൾ നൈറ്റ് സോയിൽ എന്ന് പറയുക. അത് കൊണ്ടുപോകുന്ന പൈപ്പിനെയാണ് നമ്മൾ സോയിൽ പൈപ്പ് എന്ന് പറയാറുള്ളത്. ഓക്കെ, അതാണ് എന്ത് സെപ്റ്റിക് സീവേജ് എന്ന് പറയുന്നതും എന്താണ്, സെയിം ആണ്. നൈറ്റ് സോയിൽ ക്യാരി ചെയ്ത് സോയിൽ പൈപ്പിലൂടെ ക്യാരി ചെയ്ത് കൊണ്ടുപോയി സെപ്റ്റിക് ടാങ്കിലാണ് എന്ത് ചെയ്യുന്നത്, അത് സ്റ്റോർ ചെയ്യുന്നത്. സോ അതിന് നമ്മൾ സെപ്റ്റിക് സീവേജ് എന്ന് പറയും. ഇനി വാട്ട് ഈസ് റോ സീവേജ്? റോ സീവേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള സീവേജിനെയാണ് നമ്മൾ റോ സീവേജ് എന്ന് പറയും. ശരിക്ക് റോ സീവേജും അതേപോലെ തന്നെ അൺട്രീറ്റഡ് സീവേജും ഉണ്ട്. ഇത് രണ്ടും സെയിം അല്ല. അൺട്രീറ്റഡ് സീവേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീവേജ് അതിന്റെ സാധാരണ രീതിയിൽ എന്ത് ചെയ്യാണ്, പൈപ്പിലൂടെ ഒഴുകിയ നമ്മൾ എന്ത് ചെയ്യണില്ല, അതിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല, അതിനെയാണ് അൺട്രീറ്റഡ് സീവേജ് എന്ന് പറയാം. എന്നാൽ റോ സീവേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ലീക്കേജോ അതല്ലെങ്കിൽ നമ്മുടെ ടോയ്ലറ്റ് പൈപ്പുകൾ ബ്രേക്ക് ചെയ്തിട്ടോ ഒക്കെ എന്ത് ചെയ്യാണ്, സീവേജ് പുറത്തേക്ക് വരുന്ന അങ്ങനത്തെ ടൈപ്പ് സീവേജുകളെയാണ് നമ്മൾ റോ സീവേജ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു ക്യാരി ഔട്ട് ദ ബയോളജിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് ഡിസോൾവ്ഡ് സോളിഡ്സ് ഇൻ സീവേജ് അണ്ടർ എയ്റോബിക് കണ്ടീഷൻ അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. ഒരു സീവേജ് എയ്റോബിക് കണ്ടീഷനിൽ, എയ്റോബിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എയറിന്റെ പ്രസൻസിൽ അതിനകത്ത് ഡിസോൾവ് ആയിട്ടുള്ള സോളിഡ്സിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്ങനെ ഡീകമ്പോസ് ചെയ്യാൻ, ബയോളജിക്കലി ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ റിക്വയർമെന്റിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ശരിക്കും മനസ്സിലാക്കുക, ഒരു സീവേജിൽ ഒരുപാട് എന്തുണ്ടാവും, ഡിസോൾവ്ഡ് സോളിഡ്സ് ഉണ്ടാവും. ആ ഡിസോൾവ്ഡ് സോളിഡ്സ് ഡീകമ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ആവശ്യം ഉണ്ടാവും, ഓക്സിജൻ ആവശ്യം ഉണ്ടാവും. ആ ഓക്സിജന്റെ ഡിമാൻഡ്, ബയോളജിക്കൽ ഡീകമ്പോസിഷൻ ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ ഡിമാൻഡിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഇപ്പോൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കലി ഒരു സീവേജിനകത്തുള്ള സോളിഡ്സ് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ ഡിമാൻഡിനെയാണ് നമ്മൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ബയോകെമിക്കൽ എന്നാണ് പറയാം. നമ്മൾ ബയോളജിക്കൽ, പലരും BOD എന്നുള്ളത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പഠിച്ചവരുണ്ടാവും. അങ്ങനെയല്ല, BOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. അതായത് ബയോളജിക്കൽ ഡീകമ്പോസിഷൻ ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ ഡിമാൻഡ്.
ഇനി വാട്ട് ഈസ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്? ഇതിനെ COD എന്നാണ് വിളിക്കുക അല്ലേ? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ ടേമിൽ ഇതിന്റെ ഡെഫിനിഷനിൽ ഒരു ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. എന്താണ്? ബയോളജിക്കൽ ഡീകമ്പോസിഷന് പകരം കെമിക്കലി ഡീകമ്പോസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ ഡിമാൻഡ്, അതിനെയാണ് നമ്മൾ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയും. ഇനി അടുത്ത നോക്കൂ, ഡിസോൾവ്ഡ് ഓക്സിജൻ. എന്താണ് ഡിസോൾവ്ഡ് ഓക്സിജൻ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഡിസോൾവ്ഡ് ഓക്സിജൻ. സാധാരണ നമ്മൾ വെള്ളത്തിലൊക്കെ എന്തുണ്ട്, നമ്മൾ പറയാറുണ്ട് വെള്ളത്തിലൊക്കെ എന്തുണ്ട്, ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ട്. നമുക്കറിയാം നമ്മളുടെ നാച്ചുറൽ സ്ട്രീമുകളിലൊക്കെ ജീവിക്കുന്ന അല്ലെങ്കിൽ അക്വാട്ടിക് ലൈഫ് ഉണ്ട് അല്ലെ വെള്ളത്തിൽ. അപ്പൊ ഈ അക്വാട്ടിക് ലൈഫിന് എന്ത് വേണം? ഓക്സിജൻ ആവശ്യമാണ്. സോ അങ്ങനത്തെ ഓക്സിജനാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. എല്ലാ വെള്ളത്തിലും ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടാവുമോ? ഡിസോൾവ്ഡ് ഓക്സിജൻ ഇല്ലാത്തതിൽ എന്ത് സാധിക്കില്ല? അക്വാട്ടിക് ലൈഫ് സാധ്യമാവൂല. സോ അതുകൊണ്ട് തന്നെ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. ഇനി ഡിസോൾവ്ഡ് ഓക്സിജൻ അതിന് മാത്രമല്ല, അക്വാട്ടിക് ലൈഫിന് വേണ്ടി മാത്രമല്ല, മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പരിധി വരെയൊക്കെ നമ്മളുടെ സീവേജിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിസോൾവ്ഡ് ഓക്സിജനെ കൊണ്ട് സാധിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, അക്വാട്ടിക് ലൈഫിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അക്വാട്ടിക് ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് എത്രയാണ് എന്നുള്ളത്. ഇതിന്റെ ആൻസർ 4 ppm ആണ്. 4 ppm എങ്കിലും എന്തുണ്ടാവണം? അക്വാട്ടിക് ലൈഫിന് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ടു പ്രൊവൈഡ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ ഹൈ ലെവൽ ബ്രാഞ്ച് സീവേഴ്സ് ടു ലോ ലെവൽ മെയിൻ സീവർ വിത്ത് എ മിനിമം എമൗണ്ട് ഓഫ് ഡിസ്റ്റർബൻസസ്. ഒരു ഹൈ ലെവൽ ബ്രാഞ്ച് സീവറിൽ നിന്ന് ലോ ലെവൽ മെയിൻ സീവറിലേക്ക് മിനിമം ഡിസ്റ്റർബൻസോടുകൂടി കൊടുക്കുന്ന കണക്ഷൻ, ആ കണക്ഷന് നമ്മൾ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഡ്രോപ്പ് മാൻഹോൾ എന്നുള്ളതാണ്. സാധാരണയായിട്ട് നമ്മൾ മാൻഹോൾ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് സീവേഴ്സിനെ കണക്ട് ചെയ്യാനല്ലല്ലോ നമ്മൾ മാൻഹോൾ ഉപയോഗിക്കുക. മാൻഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് ഇറങ്ങി അതിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് മാൻഹോൾ എന്ന് പറയാം അല്ലേ? മാൻഹോൾ എന്ന് പറയാനുള്ള കാരണം എന്താണ്? മെയിൻ്റനൻസ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പിറ്റുകളാണ് ശരിക്കും മാൻഹോൾ എന്നുള്ളത്. എന്നാൽ ഡ്രോപ്പ് മാൻഹോൾ എന്നുള്ളത് എന്താണ്? അവിടെ എന്താണ്? ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. എന്താണ്? അവിടെ മെയിൻ്റനൻസ് പർപ്പസിന് വേണ്ടിയിട്ട് ആളുകൾക്ക് ആ പിറ്റിൽ ഇറങ്ങിക്കൊണ്ട് പണിയെടുക്കാം. എന്നാൽ ഡ്രോപ്പ് മാൻഹോളിലായിരിക്കും എന്തുണ്ടാവുക? ഹയർ ലെവൽ ബ്രാഞ്ച് സീവറിൽ നിന്ന്, അതായത് പല ഭാഗത്തു നിന്നും സീവേഴ്സ് ഒഴുകി ഒരു മെയിൻ സീവേഴ്സിലൂടെ എന്ത് ചെയ്യാണ്? ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാണ് ചെയ്യുക സാധാരണ സീവേജുകൾ. അപ്പോൾ അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹൈ ലെവൽ ബ്രാഞ്ച് സീവറുകളും ലോ ലെവൽ മെയിൻ സീവറുകളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഭാഗത്തിനെ, ആ കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രോപ്പ് മാൻഹോൾ എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാൻഹോളിന്റെ ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട്, അതിന്റെ കൂടെ ഇതിനെ കണക്ഷനും കൂടെ എന്ത് ചെയ്യാണ്? ഡ്രോപ്പ് മാൻഹോളിലാണ് നടക്കുന്നത്. ഇനി മാൻഹോൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ദെൻ വാട്ട് ഈസ് ക്യാച്ച് ബേസിൻ? ക്യാച്ച് ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളുടെ റോഡുകളിലൊക്കെ ഫ്ലഡ് വാട്ടർ ഒക്കെ വരുമ്പോൾ ആ ഫ്ലഡ് വാട്ടറിനൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റോഡുകളിൽ കൊടുത്തിട്ടുള്ള ഒരു മെഷ് ഉണ്ടാവും. അതിലോട്ടാണ് എന്ത് ചെയ്യുക? വെള്ളം വന്ന് ഒഴുകി അതിന്റെ സ്ലോപ്പ് കാരണം വെള്ളം വന്ന് ഒഴുകി വീഴുന്നത്. സോ ആ ഭാഗത്തിനെയാണ് നമ്മൾ ക്യാച്ച് ബേസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനലിൽ ജോയിൻ ചെയ്യുക. ഇപ്പൊ നമ്മൾ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓവർസിയർ ഗ്രേഡ് 3ക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷൻ ആണ്. 13 വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ വീഡിയോ എന്നുള്ള നിലക്കാണ് നമ്മൾ ഇതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചാനലിൽ ജോയിൻ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.